ചിലർ പറയുന്നത് എനിക്ക് കടം വാങ്ങിച്ചു മടുത്തു, ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണെന്ന്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങൾ അത് തെളിയിച്ചവരാണ്. അപ്പോൾ ആദായ നികുതി വകുപ്പ് ഒന്നും ശല്യപ്പെടുത്തില്ല. രണ്ടുപേർക്കും കൂടെ ഇപ്പം എന്ത് വരുമാനം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ആദ്യത്തെ തവണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ 10 രൂപയുമായിട്ടാണ് തിരിച്ചറിഞ്ഞു വന്നത് ഞാൻ കേട്ടു. ആ ഡിപ്രഷൻ പ്രഗ്നൻസി കൊണ്ടൊന്നും ഉണ്ടായ ഡിപ്രഷൻ അല്ല, പ്രഗ്നന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചൈനയ്ക്ക് പോയതുകൊണ്ടുണ്ടായ ഡിപ്രഷൻ. ചില ആളുകൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അയാളെ കല്യാണം കഴിക്കേണ്ടെന്ന് ചിലർ പറയത്തില്ലേ. ആ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു സെയിം വേറൊരാളുണ്ട്, അവർക്കത് ഓക്കെയാണ്. മനസ്സിലായോ? സൈക്കോളജിസ്റ്റുകൾക്ക് അറിയാം ഈ ഒരു ലേഡിയുടെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ആ തല്ലുന്നതിനൊക്കെയാണ് ആൾക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത എത്ര സ്നേഹം വാരി കോരി കൊടുത്താലും അതൊന്നും സ്നേഹമായിട്ട് ആൾക്ക് കണ്ണിനോ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒന്നും തോന്നത്തില്ല. വെൽക്കം വാല്യൂ പ്ലസ് സ്പെഷ്യൽ ക്രിസ്മസ് ലഞ്ച് വിത്ത് താടിക്കാരൻ ആൻഡ് സൂസമ്മ. 2ാം ഭാഗമാണ്. 1ാം ഭാഗം നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പട്ടിണിയുടെ ഒരു കാലം, ഒരുപാട് കടം വാങ്ങിച്ച ഒരു കാലം, അതിനുശേഷം ഇപ്പം നമ്മൾ കാണുന്ന ഈ സമൃദ്ധിയുടെ ഒരു ക്രിസ്മസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയി. ചിലർ പറയുന്നത് എനിക്ക് കടം വാങ്ങിച്ചു മടുത്തു, ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണെന്ന്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങൾ അത് തെളിയിച്ചവരാണ്. അപ്പോൾ ആദായ നികുതി വകുപ്പ് ഒന്നും ശല്യപ്പെടുത്തില്ല. രണ്ടുപേർക്കും കൂടെ ഇപ്പം എന്ത് വരുമാനം ഉണ്ടാവും. നമ്പർ ഒന്നും പറയണ്ട, എന്നാലും നമുക്കൊരു ഒരു മോട്ടിവേഷനായിട്ട്. എനിക്കതിൻ്റെ ഇത് തൊട്ടില്ലാത്ത രീതിയിൽ പറയാൻ അറിയത്തില്ല പറഞ്ഞു. അല്ല, അത് അക്കൗണ്ടിങ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നത്. പെർ പേഴ്സൺ ഒരു മന്ത് 2 lakh അടുത്ത്. വെരി ഗുഡ്. അപ്പോൾ ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത്രയും വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ കടമൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കും. ആ അധ്വാനത്തിൽ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ സമൃദ്ധമായ ഒരു കാലത്തേക്ക് നടക്കാം എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇനി നമ്മൾ പുതിയ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ വിശേഷം. ഈ ക്രിസ്മസ് സ്പെഷ്യലാണ്. 1.5 മാസം പ്രായമുള്ള ഒരാളോട് ഇവിടെയുണ്ട്, ഹെവൻലി സൂസൻ താടിക്കാരൻ. അപ്പോൾ ഹെവൻലിയുടെ വരവ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? വലിയൊരു മാറ്റം, ഒത്തിരി മാറ്റങ്ങൾ. റിലേഷൻഷിപ്പിലേക്ക് ഒരു കുഞ്ഞുകൂടെ വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഒരു കുഞ്ഞുകൂടെ വരുമ്പം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കുറയുമോ, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കുറയുമോ, കുഞ്ഞു വരുമ്പോൾ എല്ലാം കുഞ്ഞിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനുള്ള ഒരു കാലം കൂടെയാണ് അല്ലേ? ഞങ്ങൾക്ക് നല്ല മാറ്റമാണ്. പിന്നെ ഈയിടെ ഞാനൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് വായിച്ചത്. അതായത് സ്നേഹത്തിൽ പൊതിഞ്ഞ ഡിപ്രഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഈ കുഞ്ഞുണ്ടാകുന്ന പറയുന്ന സ്നേഹം, ഹാപ്പിനെസ് എല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അതിനകത്തുള്ള പ്രഷർ, ടെൻഷൻ ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ സ്ട്രെസ്സ് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യും. അന്നേരം ഹെയറിലെ നരയുടെ എണ്ണങ്ങൾ കൂടും. ഇതൊന്നും നമ്മൾ രണ്ടാമത് പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഇപ്പം ബേബി വരുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ഹാപ്പിയാണ്, എങ്ങോട്ട് നോക്കിയാലും ഹാപ്പിയാണ്. കാര്യം ഇപ്പം ഉണ്ടായ ഒരു 2-3 ഡേയ്സിലെ കുറച്ച് കോംപ്ലിക്കേഷൻ ഒഴികെ വേറെ ഒരു പ്രശ്നവും ഇല്ല. വീട്ടുകാർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, ബേബി ഹാപ്പി, എല്ലാം ഹാപ്പിയാണ്. പക്ഷേ ഇതിനകത്തൂടെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റ നേരത്തെയൊക്കെ ഫോൺ ഇവിടെ കിടന്ന് അടിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫോൺ അടിച്ചാൽ കുഞ്ഞ് ഉണർന്നുള്ളതുകൊണ്ട് വൈകുന്നേരം കിടക്കുമ്പോൾ ഫോൺ ഏറ്റവും കുറച്ച് വോളിയത്തിൽ വെക്കണം. അതുപോലെ ഹെയർ ഡ്രയർ അടിക്കുന്നതിന് മുമ്പ് ബേബീനെ കൊണ്ടുവന്ന് വെളിയിലാക്കണം, എന്നിട്ട് വേണം റൂമിൽ ഹെയർ ഡ്രയർ അടിക്കുന്നത്. ശരിക്കും പറയാം, അവിടെ ശബ്ദം കൺട്രോൾ വളരെ ചേഞ്ച് ചെയ്യും. ഡോറൊക്കെ നേരത്തെ ചുമ്മാ തുറന്ന് വിടാറുണ്ട്, ഇപ്പം അതൊന്നും പറ്റത്തില്ല. ഇപ്പം ഡോറൊക്കെ ഇങ്ങനെ അടയ്ക്കണം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. വാട്ട് യു ഫീൽ? ഉറക്കം 12 മണി. ഞാൻ 2 മണി വരെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ സീരീസൊക്കെ ഒറ്റ ഇരിപ്പിൽ ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കുന്നത്, അതൊക്കെ സ്വപ്നമാണ്. ഞാൻ കിടക്കുന്നു, 4:30 ആകുമ്പോൾ ചാടി എഴുന്നേറ്റ്, കൊച്ച് എഴുന്നേറ്റ് പാൽ കൊടുത്തോ, കാരണം മമ്മിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ ചാടി എഴുന്നേറ്റ് പുറത്ത് പോകുമ്പോൾ കുഞ്ഞ് ഉറങ്ങുക. സമയം പോകുന്നതേ അറിയുന്നില്ല. എനിക്ക് ഉറക്കമാണ്. ഞാനിപ്പോൾ പറയാം, അച്ഛനോട് ചോദിക്കുമായിരുന്നു, ഒരു 10 മണിക്കൂർ ഒറ്റയടിക്ക് കിടക്കാൻ പറ്റുമോ ഇനി ഉടനെ എങ്ങാനും എന്ന്. അത്രമാത്രം ഉറക്കക്ഷീണം. അതാണ് എൻ്റെ മെയിൻ. പിന്നെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴാണ് ആയി വരുന്നത്. നമ്മളെല്ലാവരും പറയും അമ്മമാർക്ക് സിനിമയിലൊക്കെ കാണിക്കത്തില്ല, തുടക്കത്തിലെ അമ്മമാർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ശരിക്കും അതത്ര അല്ല. കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാരുടെ അറ്റാച്ച്മെൻ്റ് ഒരു 2-3 വീക്സ് കഴിയുമ്പോഴാണ് അത് ഡീപ്പൻ ആവുന്നത്. മറ്റുള്ളവർക്കെല്ലാം അടുപ്പമാവും. നമുക്ക് ആ പെയിനും എല്ലാം കഴിഞ്ഞ് പതുക്കെയാണ് അത് വരുന്നത്. ഇപ്പം ഭയങ്കര അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, ഇങ്ങനെ 24 മണിക്കൂർ നമ്മുടെ തലയിൽ കൂടെ അത് മാത്രം. കുഞ്ഞെന്തേ കരഞ്ഞോ എന്നൊരു ചിന്ത മാത്രം.
അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ പൊതിഞ്ഞ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, മോള് വരുന്നതിന് മുമ്പ് ഒരു 4 വർഷം മുമ്പ് നമ്മൾ സാധാരണ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു ചെറിയ പനിയോ അല്ലെങ്കിൽ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആദി പിടിക്കുന്നവരാണ് സാധാരണ ആൾക്കാർ. പക്ഷേ കിഡ്നിയിൽ ഒരു വീടിനിടാൻ പറ്റുന്ന കല്ലുമായിട്ട് നടന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അത്രയും വലിയ കിഡ്നി സ്റ്റോൺ, നമുക്കറിയാം അതിൻ്റെ ഒരു വേദന എത്രത്തോളമാണ്. അത് തന്നെയല്ല, അത് മാത്രമല്ല, അത് മുറിച്ചു മാറ്റാനായിട്ട് എത്ര സമയമെടുത്തു, എത്ര തവണത്തെ സർജറിക്കൊക്കെ വിധേയമായി. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ആദ്യത്തെ തവണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെറും 10 രൂപയുമായിട്ടാണ് തിരിച്ചിറങ്ങി വന്നത് ഞാൻ കേട്ടു. ആ കാലം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രോഗം ഒക്കെ ഉള്ളവർക്ക് ഒരു ആശ്വാസം പകരാനായിട്ട് എങ്ങനെയാണ് അത് അതിജീവിച്ചു എന്ന് പറയുന്നത് നന്നായിരിക്കും. ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ അതിന്റെ ഫോട്ടോ തരാം കേട്ടോ, ഈ വീഡിയോക്ക് ആഡ് ചെയ്തു. കാര്യം ഒരു ചക്കക്കുരുവിന്റെ വലിപ്പത്തിൽ കാണാം, ഞാൻ അയച്ചു തരാം. 27 mm. അത് ആക്ച്വലി 12 mm സ്റ്റാർട്ട് ചെയ്തതാണ്. അത് അന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു സാധനമായിരുന്നു. അറ്റ്ലീസ്റ്റ് മരുന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കളയാവുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ അതിനെ വെച്ചുകൊണ്ടിരുന്നിരുന്നു നമുക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. കാരണം ഒരു ആശുപത്രി കയറി കഴിഞ്ഞാൽ നല്ല ചിലവാകും. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ വിചാരിക്കും സ്റ്റോൺ അല്ലേ, എല്ലാവരും പറയുന്നത് സ്റ്റോൺ അല്ലേ, വിട്ടേക്കാം. ആ വിട്ടേക്കാവെന്ന് പറയുന്ന സാധനമാണ് 27 mm. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എവറി ഡേ എവറി സെക്കൻഡ് ഞാൻ പെയിനിലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ പെയിൻ കരയത്തില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിഭീകര, അതായത് സാധാരണ മനുഷ്യർക്ക് വരുന്നതിലും എക്സ്ട്രീം പെയിൻ ആണെങ്കിൽ മാത്രമേ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ എന്ന് ഞാൻ വാ തുറന്ന് പറയത്തുള്ളൂ. നല്ലപോലെ ഓരോ തവണ യൂറിനേറ്റ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ഓരോ തവണയും ടോയ്ലറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു പേടി ഇതായിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസി എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. പ്രഗ്നൻസി ഈസിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. എല്ലാവരും ചോദിച്ചു സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ 3rd ഡേയിൽ ഹീലായി. NICUവിൽ ഞാൻ 15 പ്രാവശ്യം നടന്നാണ് പോയത്. എല്ലാവരും ബുദ്ധിമുട്ടി വീൽ ചെയറിൽ പോകുമ്പോൾ ഞാൻ നടന്നു തന്നെയാണ് പോയത്. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് അതിലും വലിയ പെയിൻ ആയിരുന്നു അത്. പക്ഷെ എല്ലാവരും പറയും പ്രഗ്നൻസിയാണ് കുറച്ചുകൂടെ നല്ല, പക്ഷെ എനിക്ക് മറ്റേതായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ എന്നോട് 2 or 3 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമാണ്, ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ ഡോക്ടറെ കണ്ട് അതിനൊരു പരിഹാരം കാണാം. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ് കൊണ്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ശീലമാണത്. അതുകൊണ്ട് ഞാൻ എന്നോട് 2 or 3 പ്രാവശ്യം പറയുന്നു, എൻ്റെ പ്രേക്ഷകരോടും. വേറൊരു സാമ്പത്തിക ശാസ്ത്രം ഞാൻ അറിഞ്ഞു. കല്യാണം കഴിച്ചപ്പം 20,000 രൂപ കൊണ്ട് ഈ 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു ഗംഭീര കല്യാണം. സാധാരണഗതിയിൽ 1/4 കോടി 1/2 കോടിയൊക്കെ ഇപ്പൊ കല്യാണങ്ങളുടെ ബജറ്റ്. ഇതെങ്ങനെ സാധിച്ചു? 20,000 രൂപയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ഗ്രാൻഡായിട്ട് കല്യാണം നടത്തിയത്? ഞാൻ തന്നെ അല്ലേ ബിരിയാണി എല്ലാം വേറെ ചെലവുകളൊന്നും പോയില്ല. പിന്നെ ആകെ അതിനകത്ത് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഡ്രസ്സ്, പിന്നെ പന്തല്, ചെയറൊക്കെ റെന്റ് ചെയ്തത്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുഡ് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. പിന്നെ ഈവൻ ഡ്രസ്സ് പോലും സൂസൻ കണ്ട് 5,000 ഡ്രസ്സ് ഇട്ടത്, ഞാനിട്ട 400 രൂപയുടെ ഒരു ഷർട്ട് മാത്രമായിരുന്നു. പിന്നെ ഒരു മുണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, പഴയ മുണ്ടാണ് എടുത്തിരുന്നത്, അതൊക്കെ ഉള്ളായിരുന്നു. എല്ലാം കൂടെ 20,000 തീർന്നു. അതെ, നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാം. ഞാൻ 250 രൂപയുടെ ഒരു സെറ്റ് സാരി ആയിരുന്നു എൻ്റെ കല്യാണത്തിനെടുത്ത്. ഞാനിപ്പോൾ ഓർക്കും, പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല കാലത്ത് നിന്ന് ഈ ഗർഭസമയത്ത് കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടായി, നല്ലപോലെ വിശക്കുന്നുണ്ടല്ലേ, വെച്ച് കഴിക്കുക കൂടെ ചെയ്തു. വിശക്കുമ്പോൾ ഞാനല്ലാതായി മാറിയാലേ പ്രശ്നമാണ്. അപ്പോ ഈ പ്രഗ്നൻസി സ്റ്റേജിലെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഇപ്പൊ നോർമലി സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന കെയർ ഒക്കെ കൊണ്ട് അത് അധികം ആരും പുറത്തോട്ട് പറയില്ല. സ്ത്രീകൾക്കാണെങ്കിലും പറയുന്ന പോലെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണെന്നൊക്കെ ഉള്ള ഒരു ഇതിൽ ഇരിക്കുമല്ലോ. അതെങ്ങനെയാ പറഞ്ഞോ, ഷെയർ ചെയ്തിരുന്നോ മാർക്ക് ആന്റണിയോട്? ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. ആ ഡിപ്രഷൻ പ്രഗ്നൻസി കൊണ്ടൊന്നും ഉണ്ടായ ഡിപ്രഷൻ അല്ല. പ്രഗ്നന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചൈനയ്ക്ക് പോയതുകൊണ്ടുണ്ടായ ഡിപ്രഷനാണ്. ചൈനയോട് എന്താണ് വിരോധം? ചൈനയുടെ വിരോധമല്ല, ഒറ്റയ്ക്ക് പോയത്. ഒറ്റയ്ക്ക് പോയതിന് ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ശരിക്കും പരാതി വരത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ചിന്ത നമ്മളെ ഇച്ചിരി കൂടെ അലട്ടും. അങ്ങനെ ഉണ്ടായ ഡിപ്രഷൻ. അപ്പം ആ സാധാരണ നമ്മളൊരാളോട് പിണങ്ങുമ്പോൾ വരുന്ന ദേഷ്യവും, പ്രഗ്നൻസിയിൽ വരുന്ന ദേഷ്യവും, ഒന്ന് എനിക്ക് പ്രഷറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദേഷ്യം വരുന്നത് നമ്മൾ കയ്യിൽ നിന്ന് പോകും. ഒടുവിലൊടുവിലായി കഴിയുമ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതിവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. എന്താ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് 3 മാസം കഴിഞ്ഞപ്പം ഷട്ടർ ഇട്ടതുപോലെ അതങ്ങ് നിന്നു.
അപ്പോൾ നമ്മൾ ഇപ്പം മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ കൊച്ചിയുടെ ഓരോ ഭാഗങ്ങളിൽ പോകുമ്പോൾ മനോഹരമായ കൊച്ചിക്കായൽ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പോള അല്ലെങ്കിൽ പായല്. മാർക്ക് ആന്റണിയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഈ പറയുന്ന ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സംഭവം വലിയ പ്രശ്നക്കാരനാണ്. പക്ഷെ ഇത് കൊണ്ടുവന്നത് നമ്മുടെ ലേഡി ഹേസ്റ്റിങ്സ് ആണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. അപ്പൊ എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം എങ്ങനെ വന്നു, ഇത് മാറ്റാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ, ഇത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? ഇത് ശരിക്കും നേച്ചറിൽ തന്നെ അതിന് കറക്റ്റ് ഒരു ബാലൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ റിവർ, ഈ വീട് ചുറ്റി റിവറാണ് പോകുന്നത്. ഒരു സീസണിൽ, അതായത് ഒരു മാർച്ച് ഏപ്രിൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇത് റിവറാന്ന് തോന്നത്തില്ല, ജസ്റ്റ് ഒരു ഗ്രാസ് ബെഡാന്ന് തോന്നുന്ന പോലെ വന്നെന്ന് അറിയും. പക്ഷെ അടുത്ത മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് കടലിൽ ചെല്ലും. കടലിൽ സസ്റ്റെയിൻ ചെയ്യത്തില്ല, കടൽ ചിലപ്പോൾ അഴുകി അങ്ങ് പോകും. പിന്നെ ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത്, സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അവിടെ ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ് മറ്റേ വാട്ടർ കൗ എന്ന് പറയുന്ന ആനിമല്, അതിൻ്റെ ഫുഡാണിത്. അവിടെ ഇത് ഓക്കെയാണ്. ഇത് ഈ ആവശ്യമില്ലാത്ത ആളുകൾ എടുത്തോണ്ട് പോയിട്ട് ഈ കൃഷി സ്ഥലത്ത് കൊണ്ടിടുമ്പോഴാണ് ഇപ്പോൾ പ്രശ്നക്കാരനാകുന്നത്. അല്ലെങ്കിൽ നേച്ചർ വളരെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. കൃഷിക്കകത്ത് ചെന്ന് ഇരുന്നാൽ പിന്നെ അവിടെ നേച്ചറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിനെക്കുറിച്ച് വലിയൊരു സ്റ്റഡിയൊക്കെ നടത്തിയായിരുന്നു ആ വീഡിയോ ചെയ്യാൻ വേണ്ടി. അതെ അതെ, ഞാനത് കണ്ടു. കാരണം അതും ഈ ലേഡി ഹേസ്റ്റിങ്സ് മനോഹരമായ ലാവൻഡർ കളറിലെ, ലാവൻഡർ ആണെന്ന് തോന്നുന്നു, ആ പൂക്കൾ കണ്ടിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഇതാണ് ലൈഫിലല്ലേ, നമ്മൾ പുറമേ ഒരു കാര്യം കണ്ട് അതിന്റെ ഭംഗിയിൽ അങ്ങ് അഭിരമിച്ച് അത് എടുത്തു കൊണ്ടുവെക്കുമ്പോഴാണ് ഇതിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇപ്പോ ലൈഫ് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഇനി വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. എന്ത് ഞാൻ പറയേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ എനിക്കത് കറക്റ്റ്, എനിക്കൊന്ന് അച്ഛക്കായിരിക്കും അത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ അച്ഛക്ക് തന്നെ പറഞ്ഞു വെച്ചേ എന്തോ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല എല്ലാം പച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതാണ് മെയിൻ. വേറെ ഒരു കാര്യം, ഈയിടെ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നിയതാണ്. ചില ആളുകൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അയാളെ കല്യാണം കഴിക്കേണ്ടെന്ന് ചിലർ പറയത്തില്ലേ. ആ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു സെയിം വേറൊരാളുണ്ട്, അവർക്കത് ഓക്കെയാ. മനസ്സിലായോ? ഇപ്പം ചിലർ പറയത്തില്ലേ, ചേട്ടൻ എന്നെ ചിലപ്പം കൈക്കൊന്ന് തട്ടും, അല്ലല്ലേ ചില സമയത്ത് എന്നോട് എവിടെ പോവാടി എന്നൊക്കെ ചോദിക്കും. എനിക്ക് പക്ഷെ അത് ഭയങ്കര കെയറിങ് ആയിട്ട് തോന്നും എന്ന് ഇനിയും കേൾക്കുന്ന ഇൻഡിപെൻഡന്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ പറയും. കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ഈയിടെ അല്ല, ഒരു 1 year ബാക്ക് ഒരു ലേഡി ഇങ്ങനെ പറയും, എന്റെ ഏട്ടാ എന്നെ തല്ലും, അതിനുശേഷം ഫുഡ് വാങ്ങിച്ചു തരും. ഇത് റൊമാൻസ് ആണ് റീലും മുഴുവൻ. അത് തന്നെ സെയിം കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അതിനെല്ലാവരും ഭയങ്കരമായിട്ട് വിമർശിച്ച്, സൈക്കോളജിസ്റ്റുകൾ ഒഴികെ. സൈക്കോളജിസ്റ്റുകൾക്ക് അറിയാം ഈ ഒരു ലേഡിയുടെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ആ തല്ലുന്നതിനൊക്കെയാണ് ആൾക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത എത്ര സ്നേഹം വാരി കോരി കൊടുത്താലും അതൊന്നും സ്നേഹമായിട്ട് ആൾക്ക് കണ്ണിനോ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒന്നും തോന്നത്തില്ല. അതായത് ഈ ഓരോരുത്തർക്കും പറ്റിയ ആളുണ്ട്, കൃത്യം അത് കണക്ട് ആയില്ലെങ്കിൽ കുളമായി പോകും. ചുരുക്കം പറഞ്ഞാൽ പേരൻസ് ഇടിച്ചു കുത്തി കൊണ്ടുവരുന്ന ആളുകൾ നമുക്ക് നേരെ ആവണം എന്നില്ല. അതുകൊണ്ടാണ് ദൈവം കഴിവ് മനുഷ്യന് കൊടുത്തിട്ട് അവനവനുള്ളത് അവനവൻ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ള. ഇപ്പം അച്ഛയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് ഞാൻ ചോദിക്കാൻ വരത്തില്ല. എനിക്കും ആ സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്നു. നേരെ മറിച്ച് പുള്ളി എന്നോട് പറയാ, നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നും കൊണ്ട് നിൽക്കത്തില്ല. പക്ഷെ ചില സ്ത്രീകൾക്ക് അങ്ങനെ ഇഷ്ടമാണ്, ഭർത്താക്കന്മാർ അങ്ങനെ ചോദിക്കുന്നത് ഒക്കെ ഇഷ്ടമാണ്. മൈക്രോ മാനേജ്മെന്റ് പോയി എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഗ്രാൻഡ് മദർ ഓരോ കാര്യം ഈ വാതിലിന്റെ സൈഡില് മുഖം മാത്രമേ കാണത്തുള്ളൂ, ഫുൾ വരില്ല. എന്നിട്ട് അപ്പച്ചനോട് ചോദിക്കും, കറിയില് ഇന്ന കാര്യം ഇഞ്ചി ഇടണോ, അല്ലെ ഇന്ന കറി മതിയോ, ഇന്ന് ചായക്ക് ഇത്ര കടുപ്പം മതിയോ, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടമല്ല. അത് അവരുടെ റൊമാൻസ് ആണത്. ഇന്നത്തെ ആളുകളോട് പറയുമ്പോൾ പിള്ളേർ ഒരു അതൊക്കെ എന്തൊരു ഇതാണ്, അപ്പം നിങ്ങൾ പുള്ളി പറയുന്ന പോലെ ചെയ്യുള്ളൂ, ഇൻഡിപെൻഡൻസ് ഇല്ലേ ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ട്. അതായത് സൂസം പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്നാ സംഗതി ഒന്നും ഞാൻ ഒരു വാക്ക് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇന്ന് എന്നൊക്കെ ചെയ്ത് ആരെയൊക്കെ കണ്ട് അത് മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അത് പിന്നെ കുത്തിയിരുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മാർക്കാനുണ്ട്. കാരണം ഈ പറയുന്ന വിമൻ ആർ ഫ്രം വീനസ്, മെൻ ആർ ഫ്രം മാർസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. കാരണം ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെറുതെ ഒന്ന് പാറ്റ് ചെയ്താൽ മതിയായിരിക്കും,
പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇവൾ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വരും. അപ്പൊ അതാ ഒരു ഡിഫറൻസിന്റെ വേറൊന്നുമല്ല, ഞാനും എൻ്റെ ആങ്ങളെയും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. പുറത്തൊക്കെ പോയിട്ട് വന്ന് എനിക്ക് സംസാരിച്ചാൽ മതി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോഫി എടുത്ത് മുന്നിൽ വെച്ച് ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നത്. ചിലവരങ്ങ് സംസാരിക്കും. ഈ സംസാരിക്കാൻ കോണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് വരുമ്പം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാലല്ലേ അടുത്ത ടോക്ക് ഉണ്ടാവത്തുള്ളൂ. അതിനു വേണ്ടി ചോദിക്കുന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ കിഴിച്ച് ചോദിക്കുന്നതല്ല. ഒരു സംരംഭം കൂടെ ആണല്ലോ, ഒരു സംരംഭമുണ്ട് സ്വന്തമായിട്ട്. അതെപ്പോഴാ തുടങ്ങിയത് അങ്ങനെ ഒരു ചിന്ത? ഇതിനപ്പുറമായിട്ട്, അതായത് ഈ യൂട്യൂബ് വ്ലോഗിങ്ങിനൊക്കെ അപ്പുറമായിട്ട് ഒരു സംരംഭം കൂടി വേണം. അത് ഞാൻ പറയാവേ, സൂസന്റെ ഈ ഓർണമെന്റ്സിൻ്റെ, അതായത് ഒരു 3-4 വർഷമായിട്ട് കുത്തിയിരുന്ന് കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഓർണമെന്റ്സിനെ കുറിച്ചാണ് കാണുന്നത്. എന്നിട്ട് ഈ ഓർണമെന്റ്സ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എൻ്റെ മനസ്സിലുള്ളത് ഇത് എന്നാ ഒരു വിവരക്കേടായി കാണിക്കുന്നത്, ഇത് എന്നാത്തിന് ഇത്രയും കാശ് മുടക്കുന്നത്, അല്ലെങ്കിൽ 24 hours ഇരുന്ന് ഇതെന്നാത്തിനാ ഈ കാണുന്നതെന്നുള്ളത്. ഈ 3-4 വർഷം കണ്ടുകൊണ്ടിരുന്നത് ആക്ച്വലി എന്നോട് പറയാതെ ഇതിന്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു അത്. പിന്നെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാരും നാളുടെ ഉദ്ദേശം. ആ സ്റ്റഡി കൊണ്ട് തന്നെ അത് നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും റീലുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഏത് രീതിയിലും വൈറലാകുക എന്ന രീതിയിൽ കുറെ കുട്ടികൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനാണ്, ഒരു 20 വയസ്സിന് മുകളിലും താഴെയുമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് കൂടുതൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു പ്രൊമോഷണൽ റീല്, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. 20 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇന്നലെ മരിച്ചുപോയത് റീല് ചിത്രീകരിക്കുന്നതിനിടെ. അതുപോലെ പലയിടങ്ങളിലും ഒരു ശ്രദ്ധയുമില്ലാതെ ചിലർ പോയിട്ട്, കുട്ടികൾ പോയിട്ട് സാഹസികമായിട്ട് റീലുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അത്തരം റീല് ചിത്രീകരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ആള് ജീവനിലോടുണ്ടാവില്ല. പിന്നെ ഫ്രണ്ട്സ് മുഴുവൻ ഇതായിരുന്നു ലാസ്റ്റ് വിഷ്വൽസ് എന്ന് പറഞ്ഞത്, സ്റ്റാറ്റസ് ഇടും എന്നല്ലാതെ. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ? അത് ഫിനാൻഷ്യലി തന്നെ പറയാം. ഏത് വിധേനയും വൈറലായതുകൊണ്ട് കൈ കാശും ഉണ്ടാകത്തില്ല, നമ്മളും ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കത്തില്ല. നല്ല സാമ്പത്തികം ഉണ്ടാക്കുന്ന നല്ല വാല്യൂ ഉള്ള കണ്ടന്റ് ചെയ്തു, അതിൽ റിസ്ക്കും ഇല്ല, പക്ഷെ പണി കൂടുതലായിരിക്കും. അതിന് തലച്ചോറ് ഉപയോഗിക്കേണ്ടി വരും. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനത്തിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുക. ഇപ്പം ഏത് രീതിയിലും വൈറലായ ആളുകളുണ്ട്. ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്. പേരൊക്കെ പറഞ്ഞ ഒറ്റയടിക്ക് കേരളം മുഴുവൻ അറിയുന്ന ആളുകളുണ്ട് ഫിനാൻഷ്യലി ചെയ്യുന്ന സ്ട്രഗിളുകൾ. എന്നിട്ട് ഈ പുറത്ത് ചോദിക്കാൻ പറ്റില്ലായിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് അത് ചോദിക്കുന്ന, ഈ കടം ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഏത് വിധേനം വൈറലാകാനൊക്കെ ഒരുമാതിരിപ്പെട്ട ആർക്കും പറ്റും. ബട്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഗുണമുള്ള രീതിയിലാക്കി എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് അതിന് വലിയ ചിലവുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതിനു മുമ്പ് നമ്മളൊരു പ്രയർ സ്റ്റഡി നടത്തണോ, ഏത് മേഖലയിലായിരിക്കും എനിക്ക് ഇതിലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മെയിൻലി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എളുപ്പമാണ്. നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ യൂഷ്വൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കയറുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു കടമ്പയും കൂടെ എല്ലാവർക്കും അറിയാം, 1000 സബ്സ്ക്രൈബേഴ്സും 10,000 മണിക്കൂറും, അതും എല്ലാവർക്കും, 4000 മണിക്കൂറും അതും എല്ലാവർക്കും അറിയാം. അതോടുകൂടി ഇത് മോണിറ്റൈസേഷൻ ആവും. പിന്നെയാണ് സംഭവം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 1 വർഷം 2 വർഷം. ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രശസ്തരായിട്ടുള്ള മനുഷ്യർ, യൂട്യൂബ് ചാനലേഴ്സ് പറയുന്നതാണ്, 7 വർഷം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടിട്ടാണ് അവരൊക്കെ മില്യൺസിലോട്ട് കയറുന്നത്. ഈ 7 വർഷം ശരിക്കും ഒരു മനസ്സ് വേണം ഇതിനകത്ത് നിൽക്കാൻ. ഈ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന പല ആളുകൾക്കും ഇത് പറ്റത്തില്ല. പിന്നെ ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളത്തേക്ക് വീഡിയോ ഇടാതിരിക്കുന്നവരുമുണ്ട്. അവർക്കും ഈ മേഖല പറ്റുന്നവരല്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഡെഫിനറ്റ്ലി അവർക്ക് വേണം. അത് ഈവൻ മെറ്റ പോലും പറയുന്നുണ്ട്, കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. കൺസിസ്റ്റൻസി വേണം, ഡിസ്ട്രിബ്യൂഷൻ വേണം, അതിനൊരു പേരും അവർ പറയും, ഡിസ്ട്രിബ്യൂഷൻ വേണം. അതുപോലെ തന്നെ കോമൻസ്, ആളുകളോടുള്ള നമ്മുടെ റിയാക്ഷൻ. ചിലർ കണ്ടിട്ടില്ലേ വീഡിയോയുടെ താഴെ വന്ന കോമൻസ് ഒരൊറ്റ റിപ്ലൈ പോലും കൊടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെയല്ല, അവർക്ക് റിപ്ലൈ കൊടുക്കണം, അവർ നമ്മുടെ വീഡിയോ കാണുന്നവരാണല്ലോ. അങ്ങനെ ഒരു ചാനലുണ്ട് കേട്ടോ, SP സാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അവരുടെ കോണ്ടന്റ് കണ്ടപ്പോൾ ആദ്യം മുഴുവൻ ആളുകളും പറഞ്ഞു ഇത് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പുള്ളി ഒരു കാര്യം തീരുമാനിച്ച് 365 days 365 ദിവസം വീഡിയോ ഇടാമെന്ന്. കുത്തിയിരുന്ന് വീഡിയോ എടുത്ത് 365 ദിവസം ഇട്ട് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ചാനൽ അടിച്ച് കയറാൻ തുടങ്ങി. ഇപ്പം പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മലയാളീസ് അതിനകത്ത് ഏതാണ്ട് 3% ഉള്ളൂ. ബാക്കി മുഴുവൻ നോൺ മലയാളീസ് എബ്രോഡിൽ നിന്നുള്ള ആളുകളാണ്. വേറെ ലെവലായി. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി മാത്രമല്ല, അവരൊരൊറ്റ
ഒറ്റ കോമന്റ് പോലും റിപ്ലൈ ചെയ്യാതെ വിടത്തില്ല. അത് ഭയങ്കരമാണ്. ഈ പറയുന്നത് പോലെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ ഇടുന്നു, അതിന്റെ താഴെ ഇന്ററാക്ഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ റീച്ച് കൂടുക. ശരിയാണോ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു കമന്റ് തന്നാൽ നമ്മൾ തിരിച്ചു വന്ന ആ വീഡിയോ ഒന്നുകൂടെ കാണത്തില്ല. സോ ടെക്നിക്കലി ആ വീഡിയോക്കകത്ത് കയറുമ്പോഴാണല്ലോ ആ കോമന്റ് നമ്മൾ വായിക്കുന്നത്. സോ വ്യൂ പോവുക. എത്രയും റിപ്ലൈ കൊടുക്കുന്നു അത്രയും തവണ ആളുകൾ വരുമ്പം വ്യൂ പോകുന്നു. അതൊരു വളരെ ബുദ്ധിപരമായ ഒരു ടാക്ടിക്സ് ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യണം. പിന്നെ ആളുകളോട് നമുക്ക് റെസ്പെക്റ്റാ. നമുക്ക് ഒരു കോമന്റ് ഇടുമ്പോൾ റിപ്ലൈ അയക്കുന്നു എന്ന് പറയാം. സൂസമ എനിക്ക് റിപ്ലൈ തന്നു, താടിക്കാനും റിപ്ലൈ തന്നു, വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഈ നെഗറ്റീവ് കമന്റ്സ്, എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഈ പറയുന്ന സുസമ പറഞ്ഞ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, ഒരു കമന്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴോട്ട് വാല മുഴുവൻ ആൾക്കാരും നെഗറ്റീവ് ആയിരിക്കും ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ അസഹിഷ്ണുതയൊക്കെ അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയുന്ന ചില കമന്റ്സ് നമ്മൾ കാണും. അപ്പൊ അത്തരത്തിലുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം അച്ഛനെ പോളിസി ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, വീണ്ടും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ചിലപ്പോൾ ഇവർക്ക് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക. അല്ല അപ്പം എന്തോ ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല. തിരിച്ച് അവർ അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്ത് ആ കോമന്റ് അവിടെ ഇടുമ്പം സൈക്കോളജിക്കലി വന്ന് കാണുന്നവന് പെട്ടെന്ന് ഐഡിയ കിട്ടും, ശരിയാണല്ലോ ഇവൻ പറയുന്നത്, എന്നാൽ പിന്നെ ഞാനോട് ഒരു നെഗറ്റീവ് ഇടാം. എന്തിനാണ് അതിന് വഴി ഒരുക്കുന്നത്? ആ കോമന്റേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് അവിടെ അത് എക്സിസ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല ആളുകൾക്ക്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു ഇച്ചിരി മനക്കരുത്ത്. കുറെ ഈ എടുത്തു ചാടുന്നവർക്ക് പറ്റിയ പരിപാടിയല്ല. എടുത്തു ചാടുന്നവരാണെങ്കിൽ പണ്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നെഗറ്റീവ് കോമന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അവിടെ ഇട്ട് 4 പേരെ കൊണ്ട് അവനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സുഖം. പിന്നെ ഞാൻ ഓർത്ത് എന്തിന്, അവരുടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇരുന്ന് പറഞ്ഞായിരിക്കും. ചിലപ്പോൾ അവർക്ക് മനസ്സിലൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ ഇവരൊക്കെ തന്നെ ആയിരിക്കും നമ്മളെ കാണുമ്പോൾ സ്നേഹത്തിൽ വരുന്നത്. ഒരു സ്റ്റഡി ഉണ്ട് അങ്ങനെ, ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇതിന്റെ നെഗറ്റീവ് കമന്റ്. നല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളിൽ നെഗറ്റീവ് കമന്റ് വളരെ കുറവാണ്. ജനം ഹാപ്പി ആണെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇടത്തില്ല. ഫ്രസ്ട്രേഷനിൽ നിന്നാണ് നെഗറ്റീവ് കമന്റ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളൊരു നെഗറ്റീവ് കമന്റ് ഇട്ടെന്നും പറഞ്ഞ് അത് ഒത്തിരി മോശമാണ്, പ്രതികരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളതേ ഉള്ളൂ. വലിയൊരു പോയിന്റ്. കാരണം ഈ ഇടുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ്ഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ സുസമയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അസൂയ എന്ന് പറയുന്ന വീഡിയോ. അപ്പോ അതിനകത്ത് പറയുന്നത് നമുക്ക് എന്തോ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ വരുന്ന അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മനസ്സില്ല എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജിയും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് നല്ല കാര്യം വരുന്നത് അംഗീകരിക്കാൻ പറ്റായ്മ. 2 സൂസമയത്ത് പറയുന്ന ഒരു കാര്യം, ആ ആൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ ദേഷ്യമോ ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും. അപ്പം നമ്മൾ ഈ പറയുന്ന ദേഷ്യം, അസൂയ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ്, ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വ്യക്തിക്കൊരു ഡാർക്കായിട്ടുള്ള ഒരു ഭൂതകാലമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യമോ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം ഞാൻ ഈ പറഞ്ഞ ഭയങ്കരമായ ഡിപ്രഷനിലൂടെ ട്രിവാൻഡ്രത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ആളുകളോടുള്ള ദേഷ്യവും ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം ഞാൻ ആളുകളോട് അന്ന് എന്നോട് സംസാരിച്ച ആളോട് ഞാനിപ്പം പ്രതികരിക്കുന്നത് നമ്മുടെ സൗണ്ട് മൈൻഡ് എന്ന് പറയത്തില്ലേ, അതില്ല ഈ സമയത്ത്. നമ്മൾ ചെയ്യുന്ന എല്ലാ അബദ്ധവും, പറയുന്നത് എല്ലാ അബദ്ധവും, നമ്മുടെ കൈ നിൽക്കുന്നില്ല. അത് നമ്മളുടെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടാണത്. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തി ചിലപ്പോൾ അന്നേരത്തെ ആ ദേഷ്യത്തിന് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ കുറച്ചുകൂടെ കലിപ്പ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടൊരു കോമൻറ്റ് ഇട്ടത് നമുക്ക് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ചിലപ്പം സ്ഥായിയായിട്ട് അതായിരിക്കത്തില്ല സ്വഭാവം, ഒരു മനുഷ്യനായിരിക്കും. ആ സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയി. ചിലപ്പം ഈ വഴക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും പുള്ളിക്ക് തോന്നുന്നത്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടേയിരുന്നില്ല. അതുകൊണ്ട് ഒത്തിരി പേര് വന്ന് ക്ഷമ ചോദിക്കും നമ്മളങ്ങനെ പറയും. അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് ക്ഷമിക്കാനൊക്കെ പറ്റുന്നവരാ, ആ സാഹചര്യം കൊണ്ട് പറയുന്ന. ഇത് കറക്റ്റ് കേട്ടോ. കാരണം എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ താഴെ ഇതേപോലെ എന്തോ ഒരു നെഗറ്റീവ് കമന്റ്, എന്തോ ഒരു തള്ളാണിത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നോക്കിയപ്പോൾ ഫേക്ക് ഐ ഡി ഒന്നുമല്ല, ഒറിജിനലാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാനപ്പോൾ മെസ്സേജ് അയച്ചു, സുഹൃത്തെ സഹോദര, നിങ്ങൾക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്താണ് നിങ്ങൾക്ക് അതിൽ തള്ളാണെന്ന് തോന്നിയത്, ഈ സംഭവം ഇങ്ങനെയാണ് നടന്നത്. ആ സംഭവം ഞാൻ അന്നേരം സ്പോട്ടിൽ പറഞ്ഞതാണത്. എന്താണെന്ന്, അയ്യോ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ, സോറി, ഞാൻ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ വീഡിയോസും ഒക്കെ കാണാറുണ്ട്, പക്ഷെ ഞാനത് വെറുതെ പറഞ്ഞ കേട്ടോ, അന്നേരം എനിക്ക് എന്തോ അങ്ങനെ പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 1000 സോറി പറഞ്ഞിട്ടാ പോയത്. അപ്പൊ പലരും ഈ പറയുന്ന പോലെ നമ്മൾ നേരിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും ആ വ്യക്തികള് ഇന്നതാണെന്ന് മനസ്സിലാവുന്നത്. ഇതിനകത്ത് വേറൊരു കാറ്റഗറി ആളുകളുണ്ട്, അറ്റൻഷൻ സീക്കേഴ്സ് എന്ന് പറയുന്നവരുണ്ട്. എനിക്കൊരു മനുഷ്യൻ എന്നെ നോക്കുന്നില്ല, ഒരു നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ആരെങ്കിലും തെറി വിളിക്കാനെങ്കിലും വരുമല്ലോ എന്ന് അങ്ങനെ കരുതുന്നവരുണ്ട് കേട്ടോ. കാരണം അവരോട് പേഴ്സണലി ചോദിക്കുമ്പം പറയുന്നതാണ്, ഞാൻ ഇട്ടതേ
അങ്ങനെയെങ്കിലും കുറച്ച് പേര് എനിക്ക് താഴെ അപ്പോൾ അവരുടെ ആ കോമൻറ്റിന് ലൈക്ക് കൂടുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ അത് സ്ക്രീൻഷോട്ട് എടുത്തിടാറുണ്ട്, എനിക്ക് 1000 ലൈക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ കോമൻറ്റിന്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാനൊക്കെ തരും, കാരണം അവരുടെ ഉദ്ദേശം ഫേമസ് ആകുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ മാർക്ക് ആന്റണി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ട്രാവൽ വീഡിയോസ് ആണ് കൂടുതലും, അതിൻ്റെ കൂടെ കുക്കറിയൊക്കെ കൊണ്ടുവരും. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ കുറേ കാര്യങ്ങൾ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ മലയാളി ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മാറണമെന്ന് തോന്നിയിട്ടുണ്ടോ? മലയാളി നല്ല രീതിയിൽ മാറണം. കാര്യം നമ്മുടെ ഒരു വേറെ ഏത് രാജ്യത്ത് ചെന്നാലും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്റ്റേറ്റ് വിട്ടാൽ പോലും എല്ലാവർക്കും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റാണ്. മലയാളി ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് എവിടെ ചെന്നാലും. പിന്നെ ഫുഡ് കൾച്ചറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും തോന്നുന്നത് അറിയാം, ഞങ്ങൾ ഇവിടെ ചൈനയ്ക്ക് പോയി എല്ലാവരുടെ കൂടെ 18 പേരാണ് പോയത്. ചൈന ചെന്ന് ലാൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് 16 പേരും ഇന്ത്യൻ ഹോട്ടൽ തപ്പിപ്പോവുക. ഇവിടെ ഇത്രയും നാളെ ഇന്ത്യൻ ഹോട്ടൽ ജീവിതകാലം മുഴുവൻ ഇന്ത്യൻ കഴിച്ചിട്ട് കിടന്നിട്ട് ചൈന ചെന്ന് ലാൻഡ് ചെയ്തിട്ട് ഇന്ത്യൻ ഹോട്ടൽ. ഞങ്ങൾ 2 പേരും ചൈനീസ് തപ്പിപ്പോവാൻ, ഞാനും വേറെ ഫ്രണ്ടും കൂടെ. അപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വളരെ കുറവാണ്. ഇപ്പം ഒരു മലയാളി ഇവിടെ നിന്ന് US പോയിട്ട് ജീവിക്കുന്നത് മലയാളിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഇവിടുത്തെ ഫർണിച്ചർ വരെ അവിടെ കൊണ്ടുപോയിടും, തഴപ്പൊക്കെ കൊണ്ടുപോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ കാണും. അപ്പം ഈ കുറച്ചുകൂടെ ഈ അടഞ്ഞിരിക്കുന്ന ക്യാരക്ടർ കുറച്ചുകൂടെ ഓപ്പണായ അടിപൊളിയാണ്. ബാക്കി എല്ലാവർക്കും അങ്ങനെയുണ്ട്, നമ്മുടെ മലയാളീസിനെ പൊതുവെ അങ്ങനെയാണ്. ഈവൻ തമിലിയൻസ് ആണ് ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഓപ്പൺ. അവരെവിടെ ചെന്നാലും അവരുടെ കൾച്ചർ പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും വൈഡർ ഒരു ക്യാരക്ടറാണ് അവർക്ക് ഉള്ളത്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ അടുത്തുണ്ടെന്നല്ലേ കഴിക്കണമെന്ന് പറഞ്ഞ പോലെ. അതുപോലെ ഈ ചൈനയിൽ പോയപ്പോഴേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചൈന എന്ന് പറയുന്നത് സംരംഭകർക്കുള്ള ഒരു പറുദീസയാണെന്ന്. നമുക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംരംഭങ്ങൾക്കുള്ള സാധ്യതയും ഒളിപ്പിച്ചു വെച്ച ഒരു രാജ്യമാണ്. സത്യമാണോ? ചൈന ചെന്ന് കാലുവെത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, അമേരിക്കയൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിച്ചിട്ടേ ഉള്ളൂ, ക്യാഷ് ഇവരുടെ കയ്യിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കും. കാര്യം റോഡെന്നൊക്കെ പറയുന്ന എക്സ്ട്രീം ലെവലിൽ ക്ലീനാണ്. അതായത് ചൈനയിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന നമ്മൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1000 HD ഫോട്ടോസ് അവരുടെ സെർവറിൽ സേവ് ആയിട്ടുണ്ടാവും. അതായത് എല്ലാ കാറുകളുടെയും, അതായത് 4K റെസൊല്യൂഷൻ ഒന്നുമല്ല, അവർക്ക് വേറെ കണക്കില്ല റെസൊല്യൂഷൻ വരുന്നത്, അവരുടെ ടെക്നോളജിയെ വേറെയാണ്. എല്ലാ കാറിനെയും HD ആയിട്ട് അവർ ഫോട്ടോ എടുത്ത്, അതായത് ഈ അക്രോസ് എല്ലായിടത്തും ക്യാമറ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക, വീഡിയോ വേറെ, അങ്ങനെ എല്ലാ വിധത്തിലും ടെക്നോളജിക്കലി വേറെ ലെവലാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആവും. അവിടെ മഴ പെയ്താലും ഒരു സ്ലോ ഡൗണും ഇല്ല, വേറെ ലെവലാണ്. പിന്നെ ഏറ്റവും വലിയ എനിക്ക് അഡ്വാൻറ്റേജ് തോന്നിയത് അവിടെ എങ്ങോ ഫ്ലെക്സ് എന്ന് പറയുന്നൊരു സാധനമില്ല. ഏറ്റവും വലിയ ഫ്ലെക്സ് എക്സ്പോർട്ടേഴ്സ് ചൈനയാണ്, പക്ഷെ അവിടെ ഫ്ലെക്സ് കാണാൻ പറ്റത്തില്ല. ഷോപ്പുകൾക്കെല്ലാം LED ആണ്, പിക്ക് വേണമെങ്കിൽ ലെറ്റർ വേണമെങ്കിൽ എല്ലാം LED കാണിക്കും. നമ്മളാണ് ഈ ഫ്ലെക്സ് വാങ്ങിച്ച് നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവര് നമ്മളെയൊക്കെ ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ഇത് സ്റ്റീലിന്റെ ഒക്കെ ഒരു ഡംപിങ് യാർഡായിട്ടാണ് അവർ മറ്റു രാജ്യങ്ങളെ കാണുന്നത്. കാരണം അവരെന്താണോ ഉണ്ടാക്കുന്നത് അതിനൊരു വിപണി കണ്ടെത്തുക. ഈവൻ അമേരിക്കയുടെ കേസ് പറഞ്ഞു, അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ചൈനീസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ എത്രയൊക്കെ നമ്മൾ ട്രേഡ് വാർ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെന്ന് പറഞ്ഞാലും നടക്കുന്ന ഇതാണ്. പക്ഷെ മലയാളി സംരംഭകർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങൾ, സാധ്യതകൾ അവിടെയുണ്ട്. ഒരുമാതിരി എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. സൂസൻ ഇന്നലെയും കൂടെ അവിടെ നിന്ന് എൻക്വയറി എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല എന്തെങ്കിലും സെയിൽ പ്രോഡക്ട്സ് അവിടെ കിട്ടും, നല്ല ക്വാളിറ്റിയുമാണ്, കാഴ്ചയിൽ നല്ല രസമാണ്. അതെ അതെ, ചൈന പ്രോഡക്റ്റ് പണ്ട് നമുക്ക് മോശം സാധനം എന്നൊരു പേരുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി ബെസ്റ്റ് ക്വാളിറ്റി അവരുടെ ക്വാളിറ്റി നല്ലതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും, അതിപ്പോ ഒരു ജ്വല്ലറി ആയിക്കോട്ടെ, ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിക്കോട്ടെ, ഒരു ബാഗ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, എന്ത് വസ്തുക്കളിലും ഏറ്റവും ഭംഗിയുള്ള സാധനവും ഈവൻ ക്വാളിറ്റിയും ഇപ്പോൾ മെച്ചമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ചൈനയിൽ നിന്ന് നമ്മൾ ചൈനയിൽ പോയി ഈ സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്ന് പറയുന്നത് ലാഭകരമാണോ? നോക്കി ചെയ്യണം. അതായത് നമ്മൾ എത്ര അളവ് കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ചായിരിക്കും ലാഭം വരും. ഇപ്പൊ ഒരു 100 പീസ് ഒന്നും എടുത്താൽ വലിയ മാറ്റമൊന്നും വരാറില്ല. ആ സമയത്ത് ഒരു 10,000 പീസ് എടുക്കുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. 10,000 മിനിമം ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും. അതായത് ഇപ്പോൾ ഒരു 2,000 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഏത് പ്രോഡക്റ്റ് എടുത്താലും 10,000 പീസ് എടുത്താൽ ഷുവർ നമ്മളിവിടെ കിടന്ന് നാട്ടിൽ ഒരു 5 വർഷം കഷ്ടപ്പെടുന്നത് ഈ ഒരൊറ്റ സ്റ്റോക്കിൽ
ഈ ചൈനയിലെ ക്ലെൻലിനെസിനെ പറ്റി പറഞ്ഞല്ലോ, ക്ലീൻ സിറ്റികളാണെന്ന്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം പലയിടത്തും മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സിറ്റികളിൽ കുറേയൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, പല നഗരസഭകളിലും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് മാലിന്യം ഇത് എവിടെ ഡിസ്പോസ് ചെയ്യും, പലരും ദിവസങ്ങളോളം ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഇത് എടുക്കാനുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ മികച്ച ഒരു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം സിംഗപ്പൂർ ഭയങ്കര കിടലാണ്. അത് അവരുടെ ഡംപിങ് യാർഡോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഉള്ളതായിട്ട് ആർക്കും അറിയത്തുമില്ലല്ലോ. എല്ലായിടവും എയർപോർട്ട്, വേൾഡ് ബെസ്റ്റ് എയർപോർട്ട് സിംഗപ്പൂറാണ്. ആ കാര്യത്തിൽ അവരുടെ ഡംപിങ് യാർഡ് ഈ ഡ്രോൺ ഷോട്ടിൽ പോലും അവിടെ ഉള്ളതായിട്ട് എനിക്ക് അവിടെ പോയിട്ട് അവരുടെ ക്ലെൻലിനെസിന്റെ ആ ലെവൽ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, പുള്ളിക്കാർ പറയാം നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും ക്ലെൻലിനെസിനെ പറ്റി ഭയങ്കരമാണത്. അതെ. അപ്പോൾ ഇനിയും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റട്ടെ, ഈ സംരംഭങ്ങളൊക്കെ നല്ല രീതിയിൽ പോകട്ടെ, ഇനിയും ജീവിതം വളരെ പ്രകാശപൂരിതമാകട്ടെ, ആ പ്രകാശം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനുമാകട്ടെ. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ വാല്യൂ പ്ലസിന്റെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടുപേരോട് ചോദിക്കാം. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ ആൻസറും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ മാർക്ക് ആന്റണിയുടെ വിജയമായിരിക്കില്ല ചിലപ്പോൾ സൂസമ്മ വിജയമായി കാണുന്നത്. രണ്ടുപേരുടെ, ഒരു വീട്ടിൽ തന്നെയുള്ള രണ്ടുപേരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചാൽ. ഞാൻ മനസ്സിൽ ഡിഫൈൻ ചെയ്യുന്നത്, ഒരു 5 തലമുറ കഴിഞ്ഞിട്ട് അന്നത്തെ ജനറേഷനുള്ളവർ പറയണം അന്നൊരു പുള്ളി ഉണ്ടായിരുന്നു, അയാളൊരു തീരുമാനം എടുത്തോണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇത്ര അടിപൊളിയായിട്ട് ഇരിക്കുന്നത് എന്ന് പറയുക. അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് സക്സസിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതെ, മൺമറഞ്ഞു പോയെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതായി ഭവിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. വരും തലമുറ, അടുത്ത തലമുറ എന്തെങ്കിലും കാണിച്ചോട്ടെ, എനിക്ക് എന്താന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് മാറണം. അത് ബാക്കി ഇല്ലാത്തതുകൊണ്ടാണ്, ബാക്കി വെക്കാനുള്ളത് വെൽത്തുണ്ടെങ്കിൽ ബാക്കി വെക്കാം. അതെ. സൂസമ്മ, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അടുത്ത ഇടയ്ക്കാണ് വിജയത്തിലേക്ക് പോകാനും കണ്ടിന്യൂസ്ലി വിജയത്തിൽ നിൽക്കാനുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയത്. അടുത്തൊരു 10 വർഷം എന്തായിരിക്കും എന്നുള്ളത് പഠിക്കുക. ഇന്നത്തേത് വിട്ട് ഇന്നത്തേത് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഷം മാത്രമേ കടന്നു പോകത്തുള്ളൂ. സോ വിജയിക്കണമെങ്കിൽ, കണ്ടിന്യൂസ്ലി വിജയിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മുന്നോടിയായിട്ട് ഓൾവേസ് നോ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കി നിൽക്കുക. ട്രിവാൻഡ്രത്തും അതായിരുന്നു, ഞങ്ങൾ ഓൺലൈനിലോട്ട് കയറി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ തന്നെയായിരുന്നു അങ്ങോട്ട്. സോ ആ ഒരു സാധനത്തിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞതുപോലെ ഇനി അടുത്തത് എന്താണ് ഓൺലൈൻ എന്നുള്ള സംഭവം, AI ഓൺലൈൻ എന്തോ ആണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ബാക്കിയുള്ളവരുടെ ആ സക്സസിനകത്ത് തന്നെ നിൽക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളും അങ്ങ് മറന്ന് ബാക്കിലോട്ട് പോകും. അതെ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കാലത്തുണ്ടായിരുന്ന കാസറ്റും CD-യും ഒക്കെ അപ്രത്യക്ഷമായതുപോലെ നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചർ കണ്ട് അത് എന്താ നമ്മൾ പറയുന്ന ഓടുന്നതിന് ഒരു മുഴം മുമ്പേ നമ്മുടെ സംരംഭങ്ങൾ ചിലപ്പോൾ തകർന്നു പോകാനും നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്ര, സാധാരണഗതിയിൽ എല്ലാം വളരെ പൊലിപ്പിച്ച് കാണിച്ചുള്ള ബന്ധങ്ങളാണ്. പക്ഷെ ഒന്നുമില്ലാതെ 0-0 എന്ന് പറയുന്ന ആ ഒരു സമനിലയിൽ നിന്ന് തുടങ്ങിയ ആ ബന്ധം, ആ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് പക്ഷേ ആ 0യിൽ നിന്ന് ഗ്രോ ചെയ്ത് ഒരുപാട് പടി മുന്നോട്ട് പോയിരിക്കുന്നു. ഈ യാത്ര ഇതേപോലെ സ്വച്ഛന്തമായി പോകട്ടെ. ഇപ്പം ഹെവൻലി ബാവയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ കുടുംബം വളരെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കട്ടെ. Thank you so much. Wishing you Merry Christmas. Happy Christmas. Happy Christmas.